നിങ്ങളുടെ ഈ സമരത്തിൻ്റെ ആവശ്യം? നീണ്ടകാലമായി ടി.ടി.മാർ ഒരു കടുത്ത മനോവിഷമത്തിലാണുള്ളത്. എത്ര തന്നെ ജോലിയെടുത്താലും അതിന് തക്കതായ പ്രതിഫലം ലഭിക്കാത്തൊരു സാഹചര്യമാണുള്ളത്. ഈ കടുത്ത ചൂട് ഈ സമയത്ത് ഈ വർഷം മാത്രമല്ല, എല്ലാ വർഷങ്ങളിലും ഏകദേശം 6 വർഷത്തോളമായി ടി.ടി.മാർ ഇതേ അനുഭവം തന്നെയാണ് ഉണ്ടാക്കിയിരുന്നത്. ഓരോ വർഷവും ടി.ടി.മാർ തങ്ങളുടെ കാര്യങ്ങൾ അധികാരികളെ അറിയിച്ചുവെങ്കിലും പലവിധ കാരണങ്ങളാൽ ഈ കാര്യങ്ങളെല്ലാം നിരാകരിക്കപ്പെടുകയും. റെയിൽവേ ബോർഡ് ഈ നിർദ്ദേശങ്ങളെല്ലാം പാലിക്കുന്നുണ്ട്, ഡിവിഷനാണ് ഇതൊന്നും കൃത്യമായി നടപ്പാക്കി തരാത്തത്. തീർച്ചയായും പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെ വടംവലി മൂലം മാത്രമാണ് ഇത്തരം ഒരു സാഹചര്യം ടി.ടി.മാർക്ക് ഉണ്ടായത്. കാരണം എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ വടംവലി തീർച്ചയായും ഇതിലുണ്ട്. അവർ കാരണം അവർക്ക് എത്രയോ ചാൻസുകൾ ലഭിച്ചിട്ടുള്ളതാണ്. എത്രയോ പ്രാവശ്യം ഡിവിഷണൽ റെയിൽവേ മാനേജർ പോലും നേരിട്ട് ഉത്തരവ് നൽകിയിട്ട് പോലും പാലിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അവരുടെ പക്കൽ നിന്നുണ്ടായിട്ടുള്ളത്. ടി.ടി.മാർ കടുത്ത ചൂടാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കടുത്ത ചൂട് മാത്രമല്ല, ഓരോ യാത്രക്കാർ ചെയ്യുന്ന പല തെറ്റുകൾക്കും ശിക്ഷകൾ അനുഭവിക്കേണ്ട ഒരു സാഹചര്യമാണ് ടി.ടി.മാർ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വനിതാ ടി.ടി.മാർക്കും വിശ്രമമുറി വേണമെന്നുള്ള ആവശ്യമാണ്. വനിതാ ടി.ടി.മാർക്കും ആവശ്യത്തിനുള്ള വിശ്രമമുറികളില്ല. നമുക്കും AC മറ്റു സൗകര്യങ്ങളും ഒന്നുമില്ല. ചെല്ലുന്ന സ്ഥലങ്ങളിൽ കുടിവെള്ളം മറ്റു സംഭവങ്ങളൊന്നുമില്ല. സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിക്കണമെന്നുണ്ടോ? തീർച്ചയായിട്ടും RPF പ്രൊട്ടക്ഷൻ എന്തായാലും ആവശ്യമാണ്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ എന്തെല്ലാം നമ്മൾ നേരിട്ടുണ്ട്, അതിനൊക്കെ നമ്മൾ വനിതാ ടി.ടി.മാർക്ക് ഒരു പ്രൊട്ടക്ഷൻ വേണം. കൃത്യമായി വിഷയങ്ങളെല്ലാം റെയിൽവേ ഡിവിഷനെ അറിയിച്ചിട്ടുണ്ട്, പക്ഷേ അവർ നടപടി എടുക്കുന്നില്ല. പറഞ്ഞുതരാം. അതായത് റെയിൽവേ ബോർഡിൻ്റെ കൃത്യമായ ഉത്തരവുണ്ട്. ടിക്കറ്റ് ചെക്കിംഗ് സ്റ്റാഫിൻ്റെ റെസ്റ്റ് റൂമുകൾ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫിൻ്റെ റെസ്റ്റ് റൂമുകൾക്ക് തുല്യമായ രീതിയിൽ അറ്റ് പാർ വിത്ത് ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് റെസ്റ്റ് റൂം വേണം എന്നാണ് റെയിൽവേ ബോർഡിൻ്റെ കൃത്യമായ ഉത്തരവ്. അതായത് എയർ കണ്ടീഷൻഡ് റെസ്റ്റ് റൂമുകൾ, അതോടൊപ്പം തന്നെ സബ്സിഡൈസ്ഡ് ക്യാൻറ്റീൻ, ഇത് രണ്ടും അവർക്ക് പ്രൊവൈഡ് ചെയ്യണമെന്നുള്ളതാണ് റെയിൽവേ ബോർഡിൻ്റെ ഉത്തരവ്. ഈ ഉത്തരവ് ഇറങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും പാലക്കാട് ഡിവിഷനിൽ പ്രത്യേകിച്ചും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. പല ടി.ടി.മാരും ആ റെസ്റ്റ് റൂം, ഇതിൻ്റെ മുകളിലാണ് റെസ്റ്റ് റൂം, അവിടെ താമസിക്കാൻ പറ്റാതെ അവർ സ്വന്തം ചെലവിൽ ഹോട്ടലിൽ റൂമെടുത്ത് താമസിക്കുകയാണ്. കാരണം വൈകുന്നേരം വരെ രാത്രി 10 മണി വരെയും 12 മണി വരെയും ജോലി ചെയ്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ടി.ടി അതിനകത്ത് ചെല്ലുമ്പോൾ പൊള്ളുന്ന ചൂടാണ്. ഇതൊരു അതിശയോക്തിയല്ല. എത്രയും പെട്ടെന്ന് ഈ റെസ്റ്റ് റൂമിൻ്റെ കാര്യത്തിൽ നടപടി വേണം തന്നെയാണ്. അത്രയും തീർച്ചയായിട്ടും വേണമെന്നാണ്. ഇറ്റ് ഷുഡ് ബി ഡൺ ഇമ്മീഡിയറ്റ്ലി, ആസ് ഏർലി ആസ് പോസിബിൾ.